സംസ്കൃതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വരാൻ പോകുന്ന റിസർച്ച് അസിസ്റ്റന്റ് എക്സാമിന്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ഏതൊക്കെ ഏരിയയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ ഡിസ്കസ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഇപ്പോൾ റിസർച്ച് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ വരാൻ പോകുന്ന ഒരു ജാനുവരി ഫെബ്രുവരിയിലൊക്കെ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 monthsനകത്ത് നമുക്കൊരു എക്സാമും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു ടൈം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി കുറച്ചധികം ടൈം നമ്മുടെ മുൻപിലുണ്ട്. ജനുവരി ഈ വർഷം ജൂലൈ ആയിട്ടേ ഉള്ളൂ. ജൂലൈ തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വർഷം തന്നെ ഒരു 5 months എടുത്ത് കിട്ടും. അതേപോലെ തന്നെ ജാനുവരി ഫെബ്രുവരി നോട്ടിഫിക്കേഷൻ വന്ന് വരുന്ന ഒരു ജൂൺ ജൂലൈ ടൈമിൽ നമുക്ക് എക്സാം എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോഴത്തേക്കും നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1 yearന്റെ അടുത്ത് നമുക്ക് ടൈം കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനെ വളരെ പോസിറ്റീവായിട്ട് വേണം കാണാൻ. ഒരുപാട് ടൈം ഉണ്ട്, വളരെ ഡിലേ ആയിട്ട് നമ്മൾ പിന്നെ പഠിച്ചു തുടങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയും ടൈം ഉണ്ട്, അപ്പൊ എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും, എനിക്ക് നല്ല രീതിയിൽ റിവൈസ് ചെയ്യാനൊക്കെ ടൈം കിട്ടും എന്നുള്ള രീതിയിൽ എത്രത്തോളം നേരത്തെ പഠിച്ചു തുടങ്ങുന്നോ അത്രത്തോളം ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ എക്സാമിന് ചില കാര്യങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ കാര്യം ടൈം മാനേജ്മെന്റ് ആണ്. അതായത് ഞാനിപ്പോ പറഞ്ഞതുപോലെ നമ്മുടെ മുന്നിൽ കുറച്ചധികം ടൈം ഉണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ജൂലൈ ആയിട്ടേ ഉള്ളൂ, വരാൻ പോകുന്ന ഒരു ജൂൺ ജൂലൈയിലൊക്കെയാണ് നമ്മൾ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 1 yearന്റെ അടുത്ത് ടൈം ഉണ്ട്. നമ്മൾ കുറച്ച് ഡിലേ ചെയ്ത് പഠിക്കാൻ തുടങ്ങിയാലും എനിക്ക് ആവശ്യത്തിന് സമയം കിട്ടുമെന്നൊന്നും ആരും വിചാരിക്കരുത്. നമ്മൾ എത്രത്തോളം നേരത്തെ പഠിക്കാൻ തുടങ്ങുന്നോ നമുക്ക് അത്രയധികം തവണ റിവൈസ് ചെയ്യാനുള്ള ടൈം കിട്ടും. റിവിഷൻ ചെയ്യുന്നത് നമ്മുടെ പഠനത്തിനെ അത്രത്തോളം ബെറ്റർ ആക്കും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യണം, നേരത്തെ പഠിച്ചു തുടങ്ങുക, പഠനത്തോടൊപ്പം തന്നെ റിവിഷനും കൊണ്ടുപോകുക, അതോടൊപ്പം തന്നെ PYQസും പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നമ്മുടെ ടൈം ഒരുപാടുള്ളത് നമുക്കൊരു അഡ്വാൻസ്മെന്റ്, അതിന്റെ പോസിറ്റീവ് സൈഡ് മനസ്സിലാക്കിയിട്ട് നേരത്തെ പഠിച്ചു തുടങ്ങുക, ആ ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം. നമുക്കൊരു അഡ്വാൻസ്മെന്റ് ആണ് അവിടെ കിട്ടിയേക്കുന്നത്, അത് നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം പ്രോക്രാസ്റ്റിനേഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. എല്ലാം നാളത്തേക്ക് നമ്മൾ നീട്ടി വെക്കരുത്. അപ്പൊ നമ്മൾ ഇന്ന് ടോപ്പിക് തുടങ്ങി, ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു, പക്ഷെ എന്തുകൊണ്ടോ നമുക്ക് പറ്റിയില്ല. അപ്പൊ നമ്മൾ എന്തോർക്കും, എനിക്ക് ടൈം ഉണ്ടല്ലോ, ഞാൻ നാളെയോ മറ്റന്നാളോ കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെയല്ല, നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകുക. അതൊരിക്കലും ടൈം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നാളത്തേക്ക് വെക്കരുത്. കാരണം നമുക്ക് നാളെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ടൈം ഉണ്ട് എന്ന് വിചാരിച്ച് ഒരു ടോപ്പിക്കിന് നമ്മൾ കുറേ അധികം ദിവസം എടുത്ത് പഠിക്കുക. അപ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ടൈം പോകും. എക്സാമിനോട് അടുപ്പിച്ചിട്ട് നമുക്ക് ഇനി പുതിയ പുതിയ കാര്യങ്ങൾ ചിലപ്പോൾ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇപ്പൊ സിലബസിന്റെ മാറ്റങ്ങളൊക്കെ നമുക്കറിയാം. കഴിഞ്ഞ എക്സാമിനോട് അടുപ്പിച്ചാണ് സിലബസ് മാറിയത്. ഈ കഴിഞ്ഞ റിസർച്ച് ഓഫീസറുടെ എക്സാമിനാണെന്നുണ്ടെങ്കിലും എക്സാമിന് 2 മാസം വെറും 2 മാസത്തോളം ബാക്കി നിൽക്കുകയാണ് സിലബസ് മാറിയത്. അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സിലബസ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഇനി അഥവാ സിലബസ് അപ്ഡേറ്റ് ചെയ്താലും നമുക്ക് ഒത്തിരി അഡ്വാൻസ്മെന്റ് അതിൽ കിട്ടും. കാരണം ഒത്തിരി ടോപ്പിക്സും കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പൊ നാളത്തേക്ക് മാറ്റി വെക്കാണ്ട് ഇന്ന് തീർക്കാം എന്ന് വിചാരിച്ചത് ഇന്ന് തന്നെ തീർക്കുക. കാരണം നമുക്ക് പിന്നീട് ഒരുപാട് കാര്യങ്ങൾ വരുമ്പം അതിൽ നമ്മൾ കൊളാപ്സ് ആയി പോകരുത് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ മുന്നിലുള്ള ഇത്രയും സമയത്തെ അല്ലെങ്കിൽ ഇത്രയും മാസങ്ങളെ വളരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്കൊരു പോസിറ്റീവായിട്ട് വരികയും ചെയ്യും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ ഏതൊക്കെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ ഏതൊക്കെ പാറ്റേൺസ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ വരുന്നത്, നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള അവയർനെസ് ഉണ്ടായിരിക്കണം. നമ്മളിപ്പോൾ കഴിഞ്ഞ റിസർച്ച് ഓഫീസർ എക്സാമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആ പേപ്പറിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് MCQs ആണ്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ തരുന്നു, താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് റൈറ്റ് ആൻസർ ഏതാന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുന്നു. സിമ്പിൾ MCQs ആണ്. രണ്ടാമത്തത് സ്റ്റേറ്റ്മെന്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതായത് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തരുന്നു, 3, 4, 5 സ്റ്റേറ്റ്മെന്റ്സ് തരുന്നു. എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, താഴെ തന്നിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് ട്രൂ ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ് അല്ലെങ്കിൽ ഫോൾസ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ കറക്റ്റ് കോമ്പിനേഷൻ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതും ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്.
മൂന്നാമത്തെ കൈൻഡ് എന്ന് പറയുന്നത് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പൊ അസേർഷൻ ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തരും. ആ അസേർഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ റീസണിങ് ആയിട്ട് നമുക്കൊരു റീസൺ തരും. എന്നിട്ട് നമുക്ക് 4 ഓപ്ഷൻ തരും. ഇപ്പം അസേർഷനും റീസണിങ് ട്രൂ ആണ്, അതേപോലെ തന്നെ അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് റീസണിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അസേർഷനും റീസണിങ്ങും ട്രൂ ആണ്, പക്ഷെ അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല റീസണിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെന്ന് പറയുന്നത് അസേർഷൻ ട്രൂ ആണ്, റീസണിങ് ഫാൾസ് ആണ്. നാലാമത്തേന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് അസേർഷൻ ഫാൾസ് ആണ്, റീസണിങ് ട്രൂ ആണ് എന്നുള്ളതാണ്. അപ്പൊ ഈ 4 ഓപ്ഷനിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതേപോലെ MCQs, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്, അസേർഷൻ, റീസണിങ്, അങ്ങനെ പ്രധാനമായിട്ടും 3 കാറ്റഗറി അല്ലെങ്കിൽ 3 കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ 3 കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഇപ്പൊ MCQs നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റീഡിംഗ് ഉണ്ടെങ്കിൽ തന്നെ, ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് കറക്റ്റ് ആൻസറിലേക്ക് പോകാൻ വേണ്ടി പറ്റും. എന്ന് വെച്ചാൽ കറക്റ്റ് ആൻസർ അറിയില്ല, ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ബാക്കി ഓപ്ഷൻ നമുക്ക് പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്താൽ കളയുവാൻ പറ്റുവാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് എന്താക്കാം, പെട്ടെന്ന് റൈറ്റ് ആൻസറിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അതാണ് MCQസിന്റെ കാര്യം വരുമ്പോഴത്തേക്കും. പക്ഷെ സ്റ്റേറ്റ്മെന്റ്, അസേർഷൻ, റീസണിങ് പോലുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് കൺസെപ്റ്റിനെ കുറിച്ച് നല്ല ബെറ്റർ ആയിട്ടുള്ള അറിവുണ്ടായിരിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റിലും അസേർഷൻ, റീസണിങ്ങിലും ചിലപ്പോൾ ചെറിയ ഡിഫറൻസ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ആ ഡിഫറൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസെപ്റ്റിനെ കുറിച്ച് നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിനും അസേർഷൻ, റീസണിങ് ക്വസ്റ്റിനും ഒക്കെ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ ആണെങ്കിൽ തന്നെ ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4-5 സ്റ്റേറ്റ്മെന്റ് തരും. എന്നിട്ട് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ട്രൂ അല്ലെങ്കിൽ നോ ട്രൂ എന്നുള്ളതായിരിക്കും. പക്ഷെ നമ്മൾ ആ എക്സാമിന് ടെൻഷൻ ഇരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ ട്രൂ ആയിട്ടുള്ളത് മാത്രം ഐഡന്റിഫൈ ചെയ്യുന്നു. അങ്ങനെ ഒരു കോമ്പിനേഷൻ ഓപ്ഷനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് അത് നമ്മൾ മാർക്ക് ചെയ്തു പോകും. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് നോ ട്രൂ ആയിരിക്കും. ചിലപ്പോൾ ട്രൂ ആയിട്ടുള്ള കോമ്പിനേഷൻ ഓപ്ഷനിലുണ്ടാവും, ഫാൾസ് ആയിട്ടുള്ള കോമ്പിനേഷൻ ഓപ്ഷനിലുണ്ടാവും. അപ്പൊ ക്വസ്റ്റ്യൻ പക്കായിട്ട് വായിക്കണം. അതായത് നോട്ട് ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ആണോ ഐഡന്റിഫൈ ചെയ്യേണ്ടത്, ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ആണോ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നമ്മൾ എക്സാമിന് ടെൻഷനിലിരിക്കും, നമ്മൾ കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ്, അസേർഷൻ, റീസണിങ് ക്വസ്റ്റ്യനുകളൊക്കെ നമുക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാനുണ്ട്, പ്രാക്ടീസ് ചെയ്ത് നമുക്ക് അതിനോടൊരു അടുപ്പം വരാനായിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു 2 MCQസിന് വേണം, വേണ്ടെന്നല്ല, എങ്കിലും MCQസിനെക്കാട്ടിലും ഉപരി സ്റ്റേറ്റ്മെന്റ്, അസേർഷൻ, റീസണിങ് ക്വസ്റ്റ്യൻ നമുക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺസെപ്റ്റിനെ കുറിച്ച് നല്ല രീതിയിലുള്ള ഒരു അവയർനെസ് അല്ലെങ്കിൽ കൺസെപ്റ്റിനെ കുറിച്ച് നല്ല രീതിയിലൊരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ 3 കൈൻഡ് ഓഫ് ക്വസ്റ്റ്യനും എക്സ്പെക്ട് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പഠിച്ചു മുന്നോട്ട് പോകാനായിട്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങൾക്കാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് സിലബസ് തന്നെയാണ്. നമ്മുടെ മുന്നിൽ ഒരു വലിയ സിലബസ് ആണുള്ളത്. കാരണം 4 സബ്ജക്റ്റ്, അതായത് ഇപ്പം എക്കണോമിക്സ്, സ്റ്റാറ്റി, മാത്സ്, കൊമേഴ്സ്, ഈ 4 സ്ട്രീംസ് ആണ് മെയിനായിട്ട്. അതിൻ്റെ അകത്ത് തന്നെ അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട്, എക്കണോമെട്രിക്സ് വരുന്നുണ്ട്, ഇക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട്. പിന്നെ കൊമേഴ്സിന്റെ ഒരു 4th മൊഡ്യൂൾ ആയിട്ട് റിസർച്ച് മെത്തഡോളജി, കുറച്ചധികം ഏരിയാസ് അല്ലെങ്കിൽ കുറച്ചധികം കൺസെപ്റ്റ് ഒക്കെ അവിടെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ മുന്നിൽ വലിയൊരു സിലബസ് ഉണ്ട്. ഈ സിലബസിനെ കുറിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സിലബസിൽ എന്തൊക്കെ കൺസെപ്റ്റാണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്, ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെ ടോപ്പിക്സ് വരുന്നുണ്ട്, ആ ടോപ്പിക്സിനെ തന്നെ ഓരോ മൊഡ്യൂൾസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, എത്ര മൊഡ്യൂൾ ഉണ്ട്, ഓരോ മൊഡ്യൂളും എന്താണ്, ഓരോ മൊഡ്യൂളിലും ഏതൊക്കെ കൺസെപ്റ്റുകൾ വരുന്നുണ്ട്. അങ്ങനെ സിലബസിനെ കുറിച്ച് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അവയർനെസ് ഉണ്ടായാൽ മാത്രം പോരാ, ആ സിലബസിൻ്റെ അകത്ത് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്സ് ഉണ്ടാകും. ഒരു മോഡറേറ്റ് ലെവലിലുള്ള ടോപ്പിക്സ് ഉണ്ടാവും, വളരെ ഹാർഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടാവും. ഇത്തരം ടോപ്പിക്കുകളെ ഒന്ന് ക്ലാസിഫൈ ചെയ്ത് വെക്കുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ എല്ലാവരുടെയും കാലിബർ വ്യത്യാസമാണ്. അതായത് ഇപ്പം എൻ്റെ സ്ട്രോങ് ഏരിയസ് ആയിരിക്കില്ല നിങ്ങളുടെ സ്ട്രോങ് ഏരിയസ് എന്ന് പറയുന്നത്. എനിക്കിപ്പോൾ ചില ടോപ്പിക്സ് പഠിക്കാൻ വളരെ കുറച്ച് സമയം മതി, എനിക്കത് വളരെ ബ്രൈറ്റ് ആയിട്ട് പഠിക്കാനും പറ്റും, എനിക്കത് വളരെ അതെന്റെ സ്ട്രോങ് ഏരിയ ആണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അതായിരിക്കില്ല, വേറൊന്നായിരിക്കും നിങ്ങളുടെ സ്ട്രോങ് ഏരിയ. അതേപോലെ തന്നെ പല സബ്ജക്ട് വരുന്നുണ്ട്. ഇപ്പം ഞാനൊരു സബ്ജക്ട് പഠിച്ചു, ആ സബ്ജക്ട് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, അപ്പം ബാക്കിയുള്ള സബ്ജക്റ്റിലാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ നോക്കിയിട്ട്
നമുക്ക് ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു നമുക്കിത് വേണം. ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ഇന്ന ഏരിയാസ് എനിക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും, ഇന്ന ടോപ്പിക്സ് എനിക്ക് കുറച്ച് പാടാണ്, ഇന്ന ടോപ്പിക്സ് എനിക്ക് വളരെ ടഫാണ്, അപ്പൊ എനിക്ക് കൂടുതൽ ടൈം വേണം. അങ്ങനെ ഓരോ ടോപ്പിക്കിനും, അതായത് സിലബസ് മൊത്തത്തിൽ എടുത്തിട്ട് ഓരോ മൊഡ്യൂൾസ് ഐഡന്റിഫൈ ചെയ്തിട്ട് മൊഡ്യൂൾസിൽ തന്നെ ടോപ്പിക്സിനെ ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക, അതായത് ഈസി, മോഡറേറ്റ്, ഹാർഡ് എന്നുള്ള രീതിയിൽ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, അത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. ഇപ്പൊ എന്റെ ഒരു പ്ലാൻ ആയിരിക്കില്ല അടുത്ത ഒരാൾക്ക് വരുന്നത്. അപ്പൊ ആ രീതിയിൽ എന്റെ സ്ട്രോങ് ഏരിയാസ് ഇതാണ്, അല്ലെങ്കിൽ എനിക്ക് മോഡറേറ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഇതാണ്, എനിക്ക് ടഫ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇതാണ്, അതായത് കൂടുതൽ ടൈം വേണ്ട ടോപ്പിക്സ് ഇതാണ് എന്നുള്ള രീതിയിൽ ടോപ്പിക്സിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സിലബസിനെ കുറിച്ച് നല്ലൊരു ക്ലാരിറ്റി കിട്ടും. അത് മാത്രമല്ല നമ്മുടെ സ്ട്രോങ് ഏരിയ എവിടെയാണ്, നമ്മുടെ വീക്ക് പോയിന്റ് എവിടെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് നമ്മുടെ സ്ട്രോങ് ഏരിയാസ് നമ്മൾ പഠിക്കുക, മോഡറേറ്റ് ആയിട്ടുള്ളത് പഠിക്കുക, ടഫ് ആയിട്ടുള്ളത് പഠിക്കുക. എന്നിട്ട് ടഫ് ആയിട്ടുള്ളതിനൊക്കെ കൂടുതൽ ടൈം റിവിഷൻ ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ടഫ് ഏരിയാസും മോഡറേറ്റ് ഏരിയാസും ഒക്കെ നമ്മുടെ സ്ട്രോങ് ഏരിയയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക എന്നൊരു പ്രോസസ്സ് കൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് സിലബസിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാകുക, നമ്മുടെ സ്ട്രോങ് ഏരിയസും വീക്ക് ഏരിയസും ഐഡന്റിഫൈ ചെയ്ത് ഒരു പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും സ്റ്റഡി പ്ലാൻ അവരവരുടെ രീതിയിൽ ഡിഫറെന്റ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാലിബറും ഡിഫറെന്റ് ആണ്, നമ്മുടെ സ്ട്രോങ് ഏരിയാസും ഡിഫറെന്റ് ആണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം റിവിഷൻ ആണ്. ഇപ്പൊ നമുക്ക് സിലബസ് ഇച്ചിരി വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനും ടൈം എടുത്ത് പഠിക്കാനും ആവശ്യത്തിന് റിവൈസ് ചെയ്യാനുള്ള ടൈം നമ്മുടെ മുൻപിലുണ്ട്. അത് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ആ ടൈം നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഇപ്പം ആദ്യം ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ റിവൈസ് ചെയ്യാം, അങ്ങനെയല്ല. നമ്മളിപ്പോൾ പഠിക്കുന്നു, അത് കുറച്ച് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും കുറച്ച് ടോപ്പിക്സ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം പഠിച്ചൊന്നുകൊണ്ട് റിവൈസ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ ബാക്കി കുറച്ച് ടോപ്പിക്സ് കൊണ്ട് പഠിക്കുന്നു, എന്നിട്ട് ആദ്യം പഠിച്ചത് മുതൽ പിന്നെയും റിവൈസ് ചെയ്യുന്നു. അങ്ങനെ പഠനത്തോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റിവിഷനും കൊണ്ടുപോകണം എന്നുള്ളതാണ്. അല്ലാതെ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ റിവൈസ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം അത് സാധിക്കില്ല. എത്ര ടൈം ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കത് സാധിക്കില്ല. നമ്മൾ പുതിയ കൺസെപ്റ്റ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്ത് പോകേണ്ടതായിട്ടും ഉണ്ട്. മൂന്നാമത്തെ കാര്യം PYQ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. അതും ഈ റിവിഷന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ചില കുട്ടികളുണ്ടാവും എന്താന്ന് വെച്ചാൽ സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യട്ടെ, അന്നേരം PYQs പ്രാക്ടീസ് ചെയ്യാം, PYQs പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്നാലേ എനിക്ക് നല്ല മാർക്ക് കിട്ടുള്ളൂ എന്നുള്ളത്. അങ്ങനെയല്ല, നമ്മൾ ഈ പഠിച്ചു പോകുന്നതിനോടൊപ്പം തന്നെ PYQസും പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ PYQ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ പഠിക്കാത്ത ഏരിയയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ മുന്നിൽ വന്നേക്കാം. പക്ഷെ അത് നമ്മൾ ഒരിക്കലും ടെൻഷൻ ആവരുത്. അത് നമ്മളൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് കാണേണ്ടത്. അതായത് നമ്മളിപ്പം പഠിച്ചു പോകുന്നതിനോടൊപ്പം തന്നെ PYQസും പ്രാക്ടീസ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് പഠിച്ചതിനെക്കാട്ടി കുറച്ചും കൂടി ടോപ്പിക്സ് ആഡ് ഓൺ ആയിട്ട് അവിടെ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ PYQs പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആൻസർ കണ്ടുപിടിക്കുന്നു, കഴിഞ്ഞു, അങ്ങനെയല്ല. ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമ്മളിപ്പോൾ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും. അത് മാത്രമല്ല നമ്മളൊരു ക്വസ്റ്റ്യനിൽ ചെയ്യണം, ആ ക്വസ്റ്റ്യൻ നമ്മൾ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യണം. എന്തുകൊണ്ടാണ് ഈ ഓപ്ഷൻ അതിന്റെ കറക്റ്റ് ആൻസർ ആയത് എന്നുള്ളത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തുകൊണ്ടാണ് തെറ്റിപ്പോയത് എന്നുള്ളതും കൂടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അങ്ങനെയുള്ള ഓപ്ഷൻസ് നോക്കുമ്പോൾ അതിൽ ചില അഡീഷണൽ കാര്യങ്ങൾ അവിടെ വരുന്നുണ്ടാവും. ആ അഡീഷണൽ കാര്യങ്ങൾ അപ്പൊ തന്നെ പഠിച്ചു പോവുക. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യനും നമ്മൾ പഠിച്ചു, മറ്റു ഓപ്ഷൻസിലുള്ള കാര്യങ്ങളും നമ്മൾ പഠിച്ചു, അതിൻ്റെ അകത്ത് ആഡ് ഓൺ ചെയ്യേണ്ട പോയിന്റ്സ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന് പറയുന്നതും നമ്മൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് പോകുമല്ല, അവിടെ കുറെ അധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വേണം PYQs പ്രാക്ടീസ് ചെയ്യാൻ. പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ഒന്നിൽ കൂടുതൽ തവണ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതും ഒരു ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആദ്യത്തെ തവണ പ്രാക്ടീസ് ചെയ്തു, ഈ പറഞ്ഞ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കും. രണ്ടാമത്തെ തവണ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറെ അധികം കാര്യങ്ങൾ, കുറച്ചും കൂടി അധികം കാര്യങ്ങൾ അവിടുന്ന് മനസ്സിലാകുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒന്നിലധികം തവണ വർക്ക്ഔട്ട് ചെയ്യുന്നതും വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ സിലബസ് അനാലിസിസ്, റിവിഷൻ ചെയ്യുക, PYQs, ഈ ഒരു 3 സ്റ്റെപ്പിൽ നമുക്ക് നല്ല രീതിയിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പഠിച്ചു, ഇനി കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കാം, അങ്ങനെയല്ല. നമ്മൾ ഇന്ന് പഠിച്ചു, നാളെയും പഠിക്കണം, മറ്റന്നാളും പഠിക്കണം. അതായത് ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ടയേർഡ് ആയിരിക്കും, നമ്മൾ കുറച്ച് അങ്ങ് എക്സോസ്റ്റ് ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ചെറിയൊരു കൺസെപ്റ്റ് പഠിച്ചാൽ മതി, കുറച്ച് പഠിച്ചാൽ മതി, എന്നും പക്ഷെ പഠിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഒരു തുടക്കം കിട്ടാൻ പാടാണ്. അതുപോലെ തന്നെ നമ്മൾ പിന്നീട് ആദ്യം തൊട്ട് പോകേണ്ടി വരും. അങ്ങനെയല്ല, ഇന്ന് ഞാൻ കുറച്ചധികം പഠിച്ചു,
ഇപ്പൊ നാളെ ഞാൻ കുറച്ച് ടയേർഡാണ് എങ്കിലും കുറച്ചെങ്കിലും പഠിച്ചിട്ട് വേണം നമ്മൾ നാളത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ. അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വൺസ് നമ്മൾ ഇന്നത്തെ കാര്യം പ്രോക്കാസിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കൊരു റീസ്റ്റാർട്ട് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അത് നമ്മുടെ പഠനത്തിന് നല്ല രീതിയിൽ എഫക്ട് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക, നല്ല രീതിയിൽ കോൺഫിഡന്റ് ആയിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. സിലബസിനെ കുറിച്ച് നമ്മുടേതായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുക. ടോപ്പിക്സ് നമ്മുടേതായിട്ടുള്ള സ്ട്രോങ്, മോഡറേറ്റ്, വീക്ക് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യാം. പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുക. അതായത് പഠിച്ചത് അത് ഞാൻ പഠിച്ചു കഴിഞ്ഞു അവിടെ വെച്ചു എന്നല്ല, പഠിച്ചതിന് ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നീട് റിവൈസ് ചെയ്യുക. പഠിച്ച ഏരിയാസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ PYQs സെഷൻസ് ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ മൊഡ്യൂൾസിന്റെയും ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടുള്ള സെഷൻസ് ഒക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യുക. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക കേട്ടോ. അപ്പൊ നമുക്ക് സമയമുണ്ട് എന്നുള്ളത് നമുക്കൊരു അഡ്വാൻസ്മെന്റ് ആയിട്ട് കാണണം. സമയമുണ്ട് എന്നുള്ളത് നമുക്കൊരിക്കലും നമ്മുടെ ഒരു പ്രോക്കാസിനേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആയിട്ട് നമ്മൾ കാണരുത്. അതായത് ടൈം ഉണ്ട്, അപ്പൊ എനിക്ക് നല്ല രീതിയിൽ പഠിക്കാനും റിവൈസ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെയുള്ള ടൈം ഉണ്ടെന്നുള്ള രീതിയിൽ, ആ ഒരു രീതിയിൽ വേണം നമ്മൾ അതിനെ കാണാനായിട്ട്. വളരെ പോസിറ്റീവായിട്ട് വേണം ആ കാര്യങ്ങളെയൊക്കെ കാണാനായിട്ട്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക. നമ്മൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ സെഷൻസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു PYQ പ്രാക്ടീസ് ചെയ്യേണ്ട രീതി എങ്ങനെയാണ്, ഒരു PYQ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കാനുണ്ട് എന്നുള്ളതൊക്കെ രീതിയിൽ മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള PYQ സെഷൻസ് തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക. സോ ഇന്നത്തെ ക്ലാസ് അന്നത്തെ ഡിസ്കഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.